അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പണ്ടെന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ കഥ പറയുമ്പോഴും പറഞ്ഞത് വളരെ കാലങ്ങൾക്ക് മുമ്പ് എന്നാണ്. 3 ആളുകൾ ഒരു യാത്ര പോവാണ്. വൈകുന്നേരമായി രാത്രിയാകുന്ന സമയത്ത് അവർക്ക് കിടന്നുറങ്ങാൻ ഒരു മലയുടെ താഴ്ഭാഗത്തുള്ള ഒരു ഗുഹ അവർ തീരുമാനിച്ച് ഈ ഗുഹയിൽ നമുക്കിന്ന് കിടന്നുറങ്ങാം. അവര് അന്ന് രാത്രി തങ്ങാൻ വേണ്ടിയിട്ട് ആ ഗുഹയിലേക്ക് പ്രവേശിച്ച് ഗുഹ കിടന്നുറങ്ങാനുള്ള രീതിയിൽ സജ്ജമാണ്. പെട്ടെന്ന് മഴ പെയ്ത് ഗുഹയുടെ മുകൾ ഭാഗത്ത് നിന്ന്, മലയുടെ മുകൾ ഭാഗത്ത് നിന്ന് ഒരു വലിയ പാറക്കല്ല് വന്നിട്ട് ഇവരുടെ ഗുഹാമുഖം അടങ്ങും. ഒരു ഗുഹക്കകത്ത് 3 ആളുകൾ അകപ്പെട്ട് ആ ഗുഹ പൂർണ്ണമായും അടഞ്ഞു കഴിഞ്ഞാൽ ആ ഗുഹയിൽ നിന്ന് പുറത്തു കടക്കാവുന്ന ഏക മാർഗം ആ ഗുഹാമുഖം മാത്രമായിരിക്കുമല്ലോ. പക്ഷെ ഈ പാറക്കല്ല് വലിയ പാറക്കല്ലാണ്. ഇവര് 3 ആളുകളും എങ്ങനെ ശ്രമിച്ചിട്ടും ആ പാറക്കല്ല് അവിടെ നിന്ന് മാറ്റാൻ പറ്റുന്നില്ല. അത്രയും ഭാരമുള്ള വലിയ പാറക്കല്ലാണ്. 3 ആളുകളും വളരെ വിഷമത്തോടുകൂടെ, നമുക്കറിയാം കൂരാക്കൂരി ഇരുട്ടായിരിക്കും, രാത്രി സമയം കൂടിയാണ്, ഇവർക്ക് പുറത്ത് കടക്കാൻ ഇനിയൊരു വഴിയുമില്ല. ആരെങ്കിലും വിളിച്ചാൽ കേൾക്കുന്ന അപ്പുറത്ത് അല്ലെങ്കിൽ അത്രയും ദൂരത്ത് ആരുമില്ല, അല്ലെങ്കിൽ അതൊരു വിജനമായ പ്രദേശമായിരിക്കാം. ഇവിടെ കിടന്ന് മരിക്കുകയല്ലാതെ വേറെ ഒരു വഴി അല്ലെങ്കിൽ ഒരു മാർഗം അവരുടെ മുമ്പിലില്ല എന്ന് അവർ മനസ്സാൽ ഉറപ്പിക്കുകയാണ്. ആ സമയത്ത് കൂട്ടത്തിൽപ്പെട്ട ഒരാള് മറ്റേ ആളോട് പറഞ്ഞു, നമുക്ക് ദുആ ചെയ്യാം. നാം എന്തെങ്കിലും ചെയ്ത നല്ല കാര്യങ്ങൾ എടുത്തിട്ട്, നാം ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യങ്ങൾ ഉണ്ടാവണം, ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു ഒരു വഴി ഉണ്ടാക്കി തരും. ഈ പാറക്കല്ല് നമ്മുടെ മുമ്പിൽ നിന്ന് മാറ്റുക മാത്രമാണ് നമുക്കുള്ള വഴി. നമുക്കതിനു വേണ്ടി ദുആ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ ദുആ ചെയ്തു. അയാളുടെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: അള്ളാഹുവേ, എനിക്ക് പ്രായമായ വൃദ്ധരായ മാതാപിതാക്കളാണുള്ളത്. അവരെ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കഴിക്കാനുള്ളത് നൽകുന്നതിന് മുമ്പ് ഞാൻ വേറൊരാൾക്കും എൻ്റെ വീട്ടിൽ കൊടുക്കാറില്ല. എൻ്റെ മക്കൾ ചെറിയ മക്കളാണ്, ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും ആദ്യം ഞാൻ എൻ്റെ മാതാപിതാക്കൾക്കാണ് കൊടുക്കാറുള്ളത്. ഒരു ദിവസം ഞാനിങ്ങനെ വിറക് ശേഖരിക്കാൻ വേണ്ടി അല്പം ദൂരെ മലയിലേക്ക് കയറിപ്പോയി തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പാല് കറന്നിട്ട് ഞാൻ അവരുടെ റൂമിലേക്ക് പോയപ്പോൾ എൻ്റെ മാതാപിതാക്കൾ ഉറങ്ങുകയായിരുന്നു. ഈ ഉറക്കത്തിൽ നിന്ന് അവരെ ഉണർത്തണ്ട എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ എൻ്റെ അവർക്ക് വേണ്ടിയുള്ള പാൽപാത്രവും പിടിച്ചിട്ട് ഞാൻ അവിടെ ഇങ്ങനെ നിന്നു. അവർ ഉണരുന്നതും കാത്തു ഞാൻ കാത്തുനിന്നു. എൻ്റെ മക്കളാണെങ്കിൽ വിശന്ന് കരഞ്ഞ് എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ വന്നിട്ട് ഈ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് അവർ ധൃതിപ്പെടുന്നുണ്ടായിരുന്നു, അവർ കരയുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മാതാപിതാക്കളെക്കാളും ഞാൻ അവർക്ക് പ്രാമുഖ്യം നൽകില്ല എന്ന് തീരുമാനിച്ച് ഞാൻ അവിടെ കാത്തുനിന്നു. പ്രഭാതമായപ്പോഴാണ് മാതാപിതാക്കൾ ഉണർന്നത്. അപ്പോഴാണ് അവർക്ക് എനിക്ക് പാല് കൊടുക്കാൻ സാധിച്ചത്. ഇതിനിടയിൽ എപ്പോഴോ എൻ്റെ മക്കള് വിശന്ന് കരഞ്ഞ് ഉറങ്ങിപ്പോയിരുന്നു. പക്ഷെ ഞാൻ ഒരു രാത്രി മുഴുവനും എൻ്റെ മാതാപിതാക്കൾക്ക് ആദ്യം കുടിപ്പിക്കണമെന്ന ഒരു നിർബന്ധ ബുദ്ധിയോടെ കാത്തിരുന്നുള്ള പടച്ചോനെ, ഈ ഒരു പ്രവൃത്തി ഞാൻ ചെയ്തത് നിനക്ക് ഇഷ്ടപ്പെട്ട പ്രവൃത്തിയാണെങ്കിൽ ഞങ്ങളെ ഈ ഒരു വിഷമഘട്ടത്തിൽ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ, ഈ പാറക്കല്ല് ഞങ്ങളിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി തരണമേ എന്ന് ആദ്യത്തെ ആള് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, മുമ്പിൽ ഗുഹാമുഖത്ത് വന്ന് അടഞ്ഞിരുന്ന വലിയ പാറക്കല്ല് അതൊരല്പം നീങ്ങി. പക്ഷെ അതിലൂടെ ഒരാൾക്ക് പുറത്തേക്ക് കടക്കാൻ മാത്രം അകന്നിട്ടുണ്ടായിരുന്നില്ല.
രണ്ടാമത്തെ ആൾ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: അല്ലാഹുവേ, എനിക്ക് ബന്ധുവായ ഒരു പെൺകുട്ടിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ലോകത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അവളെയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ സാധിച്ചിരുന്നില്ല. ഒരു ദിവസം അവൾക്ക് എന്തോ ഒരു പണത്തിന്റെ ആവശ്യം വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നു. അവൾ എന്നോട് 120 ദിനാറാണ് ആവശ്യപ്പെട്ടത്. പക്ഷെ ഞാൻ അതിനൊരു നിബന്ധന വെച്ചു. ഞാൻ എനിക്ക് 120 ദിനാർ തരാം, പക്ഷെ എനിക്ക് നീ ശാരീരികമായി വഴിപ്പെടണം. അവൾ അതിന് മനസ്സോടെ സമ്മതിച്ചു. ഞാൻ ശാരീരികമായി അവളെ കീഴ്പ്പെടുത്താൻ ആഗ്രഹിച്ചു. ഞങ്ങൾ തയ്യാറായി. പക്ഷെ ആ അവസാന നിമിഷത്തിൽ അവൾ എന്നോട് പറഞ്ഞു, ഇത്തഖില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അത് കേട്ടതും ഞാൻ എൻ്റെ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിഞ്ഞു. അള്ളാഹുവെ, ഞാൻ ഈ ചെയ്ത പ്രവർത്തനം, ഈ ഒരു വേണ്ടാത്ത പ്രവർത്തനം ചെയ്യാനിരുന്ന ഞാൻ അതിൽ നിന്ന് പിന്മാറി. ഇത് നിന്റെ അടുക്കൽ ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനമാണെങ്കിൽ ഞങ്ങൾ ഈ ഒരു വിപത്തിൽ നിന്ന്, ഈ ആപൽ ഘട്ടത്തിൽ ഞങ്ങളെ നീ സഹായിക്കണമേ അല്ലാഹുവേ എന്ന് രണ്ടാമത്തെ ആൾ ദുആ ചെയ്തു. വീണ്ടും ആ പാറക്കല്ല് അല്പം കൂടി ഒന്ന് അകലുകയാണ്. പക്ഷെ അതിലൂടെ ഒരാൾക്കങ്ങോട്ട് കടന്ന് പുറത്തേക്ക് കടക്കാൻ മാത്രം ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തെ ആളുടെ പ്രാർത്ഥനയാണ് അടുത്തത്. മൂന്നാമത്തെ ആൾ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: അല്ലാഹുവേ, ഞാനൊരു ദിവസം കുറച്ച് ജോലിക്കാരൻ്റെ വീട്ടിലേക്ക് ജോലിക്ക് വിളിച്ചു. അങ്ങനെ എല്ലാ ആളുകളും വൈകുന്നേരമായപ്പോൾ അവരുടെ കൂലി വാങ്ങിയിട്ട് അവർ തിരിച്ചുപോയി. പക്ഷെ ഒരാളൊഴികെ അയാള് ആ സമയത്ത് കൂലി വാങ്ങാതെയാണ് പോയത്. പക്ഷെ ഞാൻ ആ കൂലി, അല്ലെങ്കിൽ അയാൾക്ക് അയാൾക്ക് കൊടുക്കേണ്ടിയിരുന്ന പണം ഞാൻ അഭിവൃദ്ധിപ്പെടുത്തി. എന്നുവെച്ചാൽ കൃഷിയിലോ അല്ലെങ്കിൽ കച്ചവടത്തിലോ ഞാനത് ഉപയോഗപ്പെടുത്തി. അതിൽ വർധനവുണ്ടായി. അതിൽ നിന്ന് ധാരാളം ആടുമാടുകളും കൃഷിയും മറ്റൊക്കെ ഞാൻ വാങ്ങി സംഭരിച്ചു, അത് അഭിവൃദ്ധിപ്പെടുത്തി. കുറെ കാലം കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് വിളിച്ച ആ തൊഴിലാളി എൻ്റെ അടുത്ത് വന്നിട്ട്, അന്ന് എനിക്ക് നിങ്ങൾ ജോലി ചെയ്തതിൻ്റെ കൂലി തരാനുണ്ടായിരുന്നല്ലോ, അത് എനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ കാണുന്നത് മുഴുവനും അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ആ ചെറിയ കൂലിയിൽ നിന്ന്, ആ പണത്തിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത ആടുമാട് പോലെയുള്ള കൃഷികളും മറ്റൊക്കെ ഈ കാണുന്നത് മുഴുവനും നിന്റേതാണ്. അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ? എനിക്കൊരു ദിവസത്തെ കൂലിയല്ലേ, വേതനമല്ലേ നിങ്ങൾ തരാനുള്ളൂ? അല്ല, ഞാനിത് മുഴുവനും ആ പണത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് മുഴുവനും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ തൊഴിലാളിക്ക് ആ സമ്പത്ത് മുഴുവനും കൊടുത്തു. ഈ ചെയ്ത പ്രവർത്തനം നിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ട ഒരു പ്രവർത്തനമാണെങ്കിൽ അല്ലാഹുവേ, ഞങ്ങളെ ഈ ഒരു ആപൽ ഘട്ടത്തിൽ, ഈ വിഷമഘട്ടത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണം. അത്ഭുതമെന്ന് പറയട്ടെ, മൂന്നാമത്തെ ആളുടെ പ്രാർത്ഥന കഴിയുന്നതോടുകൂടെ ആ ഗുഹാമുഖം പൂർണ്ണമായും അവർക്ക് പുറത്തു കടക്കാവുന്ന വിധത്തിൽ ആ വലിയ പാറക്കല്ല് അതിൽ നിന്ന് നീങ്ങിപ്പോയി എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന കഥയുടെ ചുരുക്കം. ഈ സംഭവത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനാണ്. പ്രാർത്ഥന ഒരു വിശ്വാസിയെ സംബന്ധിച്ചൊരു ആയുധമാണ്. അത് ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് പുറത്തെടുക്കാനുള്ള ആയുധം. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ എന്നാണ് പറയുക. പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമാണ്. നമുക്ക് വലിയൊരു വിഷമം വരുമ്പോൾ, ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് പുറത്തെടുക്കാനുള്ള ആയുധമാണ് പ്രാർത്ഥന. അപ്പൊ ഈ പ്രാർത്ഥന സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി ചെയ്യാവുന്നതാണ്. ഒന്ന്, ഒരു 100 ഇസ്തിഗ്ഫാർ ചെല്ലുക. നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു അള്ളാഹുവിലേക്ക് പൊറുക്കലിനെ തേടുക. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ, ഒരു 100 ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. അല്ലെങ്കിൽ ഒരു 100 സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യാം. അതുപോലെ പ്രധാനപ്പെട്ട സൂറത്തുകൾ ഓതിയിട്ട്, ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യാം. സൂറത്ത് യാസീൻ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്.
സൂറത്ത് യാസീൻ ലിമാ ഖുരിഅല, എന്തിനു വേണ്ടിയാണോ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നത് അത് അതിനു വേണ്ടിയുള്ളതാണ് എന്നും ഹദീസിൽ കാണാം. അപ്പൊ സൂറത്ത് യാസീൻ ഓതിയിട്ട് അതിനെ മുൻനിർത്തി, പഠിച്ചോനെ ഞാൻ എനിക്ക് വേണ്ടി നിന്റെ ഖുർആനിൽപ്പെട്ട പ്രധാനപ്പെട്ട സൂറത്ത് യാസീൻ ഓതിയിട്ട് എന്നിലേക്ക് ഉയർത്തുന്ന ഈ കരങ്ങളെ നീ തട്ടിക്കളയല്ല എന്ന് പറഞ്ഞിട്ട് ആപൽഘട്ടത്തിനനുസരിച്ച് നമ്മുടെ പ്രതിസന്ധിയുടെയും വിഷമത്തിന്റെയും ഭാരമനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ വലിപ്പമനുസരിച്ച് നമുക്ക് എന്താണോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ദുആ ചെയ്യാൻ പറ്റുക അത് ചെയ്യും. അതേപോലെ നിസ്കാരങ്ങൾക്ക് ശേഷം ദുആ ചെയ്യാം. മുത്തലഖായ സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിച്ചിട്ട് അതിന് ദുആ ചെയ്യും. വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുക എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുമായിരുന്നു. ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇല സ്വലാ, നിസ്കാരത്തിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭയം പ്രാപിക്കുമായിരുന്നു എന്നാണ്. അതുപോലെ നോമ്പെടുത്തിട്ട് വലിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 3 ദിവസം നോമ്പെടുക്കാൻ വേണ്ടി തീരുമാനിക്കാം. ആ നോമ്പെടുത്ത് കഴിഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. ഓരോ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അതിന് പുറമെ ഒരു 3 ദിവസം നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുക. ഇനി പ്രശ്നങ്ങളുടെ ദൈർഘ്യതക്കനുസരിച്ച് നോമ്പുകളുടെ ദിവസങ്ങൾ കൂട്ടാം, അല്ലെങ്കിൽ ഒരു ഖത്മ് ഓതി ദുആ ചെയ്യാം, അല്ലെങ്കിൽ ഒരു കൂടുതൽ സൂറത്തുകൾ ഓതി ദുആ ചെയ്യാം. ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നാം ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ വെച്ചിട്ട് ദുആ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അല്ലാഹു തആല നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമെന്നാണ്. ഈ വീഡിയോ ഇത്തരം കാര്യങ്ങളോട് താല്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും വജസാകുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.